ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ വിത്ത് മയോണീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ്റ് ആക്കി നോക്കാം. ആദ്യം വേണ്ടത് നമുക്ക് ചെറുള്ളിയാണ്. പിന്നെ തന്നെ നമുക്ക് ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം. ഇതെല്ലാം നമുക്ക് മിക്സിയിൽ ചെറിയൊരു ജാർ എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ ചെറുള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ ഇഞ്ചി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു 4-5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം നമുക്ക് മിക്സിയിൽ മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം വേണ്ടത് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് എരിവ് വേണ്ടിയിട്ട് നമ്മുടെ പെപ്പർ എടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സിന് മസാല റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചിക്കൻ 1 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ലെയർ ഇടുന്നതെന്ന് വെച്ചാൽ മസാല നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ലെയർ ഇടുന്നത്. ഓക്കെ, എൻ്റെ ഇതിലേക്ക് നമുക്ക് മിക്സിയുടെ മസാലയിലേക്ക് ഇനി പൊടികളെല്ലാം ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ മസാലയിലേക്ക് നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യണം. അതിനുശേഷം കുരുമുളക് പൊടി യൂസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഓക്കെ, ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിത് നല്ലൊരു ഇതിൻ്റെ ചിക്കൻ നല്ല ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുട്ട ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കനിലൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫുൾ ചെറുനാരങ്ങ നീര് യൂസ് ചെയ്യുന്നുണ്ട്. ചെറുനാരങ്ങ നീര് വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് നല്ല രീതിയിൽ തന്നെ രണ്ടും എല്ലാം മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഈ മസാലയിലായിട്ട് മിക്സ് ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ചിക്കനും അതിലിട്ടതിന് ശേഷം മുഴുവനായിട്ട് മസാല പുരട്ടിയെടുക്കാം. നല്ല രീതിയിൽ ലെയറിൻ്റെ ഉള്ളിലെല്ലാം മസാലയാകുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ഇത് കുഴച്ചെടുക്കാം. ഓക്കെ, ചിക്കനെല്ലാം നല്ല രീതിയിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1 hour വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ മസാല നല്ല രീതിയിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ 1 hour വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതിനുശേഷം അതിന് ഉള്ളിലായിട്ട് നമുക്ക് മയോണീസ് കുക്ക് ചെയ്യാം. മയോണീസിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളിയാണ്, അപ്പോൾ ഇതിന് മുട്ട വേണം, ഷുഗർ, സാൾട്ട്, സൺഫ്ലവർ ഓയിൽ. ഓക്കെ, ഇത് മിക്സിയുടെ ചെറിയ ജാർ തന്നെ എടുക്കുക. എന്നിട്ട് ആ ജാറിലേക്ക് ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് മുട്ടയുടെ വെള്ളമാണ്. മുട്ടയുടെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് മിക്സി ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഓരോരോ ഐറ്റംസായിട്ട് മിക്സ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് പഞ്ചസാര യൂസ് ചെയ്യാം. ഷുഗർ ഇട്ടതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി യൂസ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അത് കട്ടി കൂടുന്നതനുസരിച്ച് നമുക്ക് ഓയിൽ യൂസ് ചെയ്യുന്നതനുസരിച്ച് കട്ടി കൂടും. നമുക്ക് എത്രത്തോളം കട്ടി വേണം അതിനനുസരിച്ച് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മയോണീസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. ചിക്കൻ നല്ല രീതിയിൽ തന്നെ പുറത്ത് നല്ല രീതിയിൽ തന്നെ മസാലയായിട്ട് പിടിച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചട്ടിയിലോട്ട് ഇടാം. ഓക്കെ, നമുക്ക് ചട്ടി ചൂടായി നോക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് നമുക്ക് ഇട്ട് നോക്കാം. ചൂടായി വരുന്നേ ഉള്ളൂ.
നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ട്. ഇത് 2-3 വട്ടം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെയെല്ലാം ഓരോരോ പീസായിട്ടും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഭംഗിക്ക് വേണ്ടി കുറച്ച് ചെറുനാരങ്ങയും അതുപോലെ തന്നെ നമ്മുടെ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. നമുക്ക് വീട്ടിൽ എപ്പോഴും വേണമെങ്കിലും വളരെ എക്സ്പെൻസീവ് ഒന്നുമില്ല, വലിയ ചെറിയ എമൗണ്ടേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, നമുക്കൊന്ന് ടേസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് മയോണൈസ് ഞാൻ പാത്രത്തിലിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചിക്കൻ പീസ് എടുക്കാം. ഓക്കെ, എന്നിട്ട് ടേസ്റ്റ് നോക്കാം. ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മയോണൈസിൽ നമുക്ക് കഴിച്ച് നോക്കാം. ഇത് മയോണൈസിൽ കുറച്ചൊരു ഉപ്പ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് ഉപ്പ് ഇടാൻ പാടുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. ചെറുതായിട്ട് ഉപ്പ് കൂടിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ചിക്കൻ കൂടി കഴിക്കുമ്പോൾ അത് പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള വീഡിയോസ്, ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് ഒന്ന് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.